നമസ്കാരം ഫ്രണ്ട്സ്. നമ്മളെ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു മൈനിങ് കോയിന് നിലവിൽ വന്നിട്ടുണ്ട്. ഹൈപ്പർ കോയിൻ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ഈ കോയിന് നമുക്ക് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു മൈനിങ് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, നമുക്ക് ഈ ഹൈപ്പർ മൈനിങ് എന്താണെന്നും അതിൻ്റെ ഹൈപ്പർ കോയിൻ മൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മളത് എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുള്ള കാര്യം നോക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് നമ്മളെ റെഫറൽ ലിങ്ക് അയച്ചെന്ന റെഫറൽ ലിങ്ക് നമ്മൾ സുഹൃത്ത് അയച്ചെന്ന റെഫറൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നെക്സസ് ID എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. നേരെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് നമുക്ക് വരിക. ഈ ID ഇവിടെ ഇൻസ്റ്റാൾ ആവുകയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളൊരു യൂസർ നെയിം സെറ്റ് ചെയ്യണം. നമ്മുടെ IDയുടെ യൂസർ നെയിം നമ്മൾ സെറ്റ് ചെയ്യണത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു യൂസർ നെയിം സെലക്ട് ചെയ്യാം. നമുക്കൊരു ഏതെങ്കിലും ഒരു യൂസർ നെയിം നമ്മൾ സെലക്ട് ചെയ്യണം. അത് സ്പേസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു യൂസർ നെയിം ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഓൺലൈൻ എന്നുള്ളൊരു യൂസർ നെയിമാണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യണത്. ഇവിടെ നമ്മൾ അടിക്കുകയാണ് ഓൺലൈൻ. ഫുള്ള് സ്മോൾ ലെറ്റർ അടിച്ചാൽ മതി, ഓൺലൈൻ. ഓക്കെ, ഇങ്ങനെ ഒരു യൂസർ നെയിം അത് അവൈലബിൾ ആണ്. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളൊരു ക്രിയേറ്റ് പിന്ന് കൊടുക്കണം. പിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പിന്ന് കൊടുക്കാം. 1 2 3 4 5 6 എന്നുള്ള പിന്ന് കോമൺ പിന്ന് കൊടുത്തു. പിന്നെ അത് വീണ്ടും കൺഫേം ചെയ്യണം. ഓക്കെ, അത് കൊടുത്തു. കണ്ടിന്യൂ ആപ്പ് എന്നൊരു ആപ്പിലേക്ക് കയറുന്ന സമയത്ത് നമുക്കിവിടെ ആഡ് ക്രെഡൻഷ്യലും ബാക്കപ്പൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അവിടെ വെക്കുന്ന മുമ്പ് നമ്മൾ ആദ്യം ഇവിടെ ഏറ്റവും താഴെ ഹോം പേജിൻ്റെ നടുക്കായിട്ടൊരു എംബ്ലം ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹൈപ്പർ മൈൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് വരും. അവിടെ നമ്മൾ ടച്ച് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്യുക. അത് നമ്മൾ കീപ് മീ സൈൻ ഇൻ ഫ്യൂച്ചർ സെക്ഷൻ കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഹൈപ്പർ മൈൻ ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് കൺട്രി സെലക്ട് ചെയ്യാം. അതിന് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രി ഇവിടെ. ഓക്കെ, ഇവിടെ നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് കൺട്രി INDIA ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇന്ത്യ വരും. ഇന്ത്യ വന്നതിന് ശേഷം ഇവിടെ ഓൺലൈൻ എന്നുള്ളത് നമ്മൾ പ്രിഫർ ചെയ്ത ഇതാണ്. താഴെ റെഫറൽ കോഡ് കൊടുക്കണം. അപ്പോൾ ഇവിടെ റെഫറൽ കോഡ് CSC എന്നാണ്. CSC എന്ന് കൊടുക്കുന്നു. കണ്ടിന്യൂ ആപ്പ് കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ ഹൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ ചെക്ക് ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെരിഫൈ യുവർ ഹ്യൂമൻ എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒന്നും ചെയ്യേണ്ട. അവിടെ ജസ്റ്റ് ഇങ്ങനെ അത് നോക്കി നിന്നാൽ മതി. ഒരു 15 സെക്കൻഡ് കൊണ്ട് അത് മൈനസായിട്ട് താഴോട്ട് വരും. 4 സെക്കൻഡ് 3 സെക്കൻഡായിട്ട് ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ 2.38 അതായത് 3 മണിക്കൂർ 2.5 മണിക്കൂർ നമുക്ക് ഒരു മൈനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിങ്ങനെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെ ഇതിങ്ങനെ ഇത് നമുക്ക് 2.5 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വീണ്ടും ഓൺ ചെയ്തിട്ട് നമുക്ക് മൈൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ അവിടെ ഹൈപ്പർ കോയിൻ നമുക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇത് നമ്മളെ റെഫറൽ ലിങ്ക് എടുത്തിട്ട്, ഇപ്പോൾ നമ്മുടെ റെഫറൽ ലിങ്ക് ഓൺലൈൻ എന്നാണ്. അത് വെച്ചിട്ട് നമ്മൾ വേറെ ആളുകൾക്ക് നമ്മളെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്കാണ്. അവിടെ അടിച്ചു കൊടുക്കേണ്ടത് നമ്മളെ കൺട്രി അടിച്ചു കൊടുത്തതിന് ശേഷം അവിടെ അതിൻ്റെ താഴെയാണ് നമ്മളെ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ റെഫറൽ ലിങ്ക് മറ്റുള്ള ആളുകൾ അടിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.
ഇതിങ്ങനെ മൈനിങ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ഫ്യൂച്ചറിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു കോയിനാണ്. നമ്മൾ പൈ കോയിൻ, പൈ മൈനിങ് ഒക്കെ പോലെ ഉള്ള ഒരു സംഭവമാണ്. ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിനും കോയിനാണെങ്കിലും ഈ മൈനിങ് സെൻട്രലൈസ്ഡ് മൈനിങ് ആണ്. അപ്പോൾ ഇത് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നല്ല ഒരു ഫ്യൂച്ചറുള്ള കോയിനും മൈനിങ്ങും ഒക്കെയാണ്. ഇപ്പോൾ ഇതിന് നമുക്ക് യാതൊരു രൂപ ചിലവില്ല, യാതൊരു പൈസയും മുടക്കാത്ത നമുക്കിത് മൈൻ ചെയ്തിട്ട് ഇതിലൂടെ ഈ കോയിൻ സമ്പാദിക്കാനുള്ളൊരു അവസരമുണ്ട്. ഓക്കെ, താങ്ക് യു.